ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് ചുറ്റും കാണുന്ന വൻ മഹാസമുദ്രങ്ങളിലെയും നദികളിലെയും പുഴകളിലെയും ഈ ജലത്തിന്റെ 40% ഇവിടെ എത്തിച്ചേർന്നത് ഒരു കാലത്ത് ഭൂമിയിൽ വന്ന് പതിച്ച വൻ ധൂമകേതുക്കളിൽ നിന്നും ഉൽക്കകളിൽ നിന്നുമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂര്യനും കൂടാതെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ രൂപം കൊണ്ടുവന്ന നെബുലാർ ഹൈപ്പോത്തസിസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അങ്ങനെ രൂപം കൊണ്ടുവന്ന ഭൂമി വിവിധ മാറ്റങ്ങളിൽ കൂടെ കടന്നു പോവുകയുണ്ടായി. ഇങ്ങനെ ഭൂമിയിൽ ഫിസിക്കലിയും കെമിക്കലിയും ബയോളജിക്കലിയുമായി വന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ കാലചക്രത്തെ നമ്മൾ വിവിധ ഘട്ടങ്ങളായി വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ ഫിസിക്കലിയും ബയോളജിക്കലിയും വന്ന ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുവാനായി മില്യൺസ് ഓഫ് ഇയേഴ്സ് ടൈം എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിലുള്ള ഓരോ കാലഘട്ടങ്ങളും നമ്മൾ വേർതിരിക്കുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഥവാ മയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ഓരോ കാലഘട്ടങ്ങളാകട്ടെ അത് അറിയപ്പെടുന്നത് ഇയോൺസ് എന്ന പേരിലും. അങ്ങനെയുള്ള 4 ഇയോണുകളാണ് നമുക്കുള്ളത്: ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടറോസോയി കൂടാതെ ഫെനറോസോയിക്ക്. അതിൽ ആദ്യ 3 കാലഘട്ടങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്നത് പ്രീ കാംബ്രിയൻ, സൂപ്പർ ഇയോൺ എന്നാണ്. അങ്ങനെയുള്ള ആദ്യത്തെ കാലഘട്ടമാണ് ഹാദിയൻ ഇയോൺ. ഏകദേശം 4600 മുതൽ 4000 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേയുള്ള ഈ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന നെബുല കൊളാപ്സ് ആവുകയും സൗരയൂഥം പിറവിയെടുക്കുകയും ചെയ്യുന്നത്. അന്ന് രൂപപ്പെട്ടു വന്ന ഭൂമി ഇന്ന് നാം കാണുന്നത് പോലെ ആയിരുന്നില്ല. അതികഠിനമായ താപം മൂലം ഉരുകിയ അവസ്ഥയിലായിരുന്നു. യാതൊരു ജീവന്റെ സാന്നിധ്യവും ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ അനേകം ഉൽക്കകളും ധൂമകേതുക്കളും നിരന്തരമായി ഭൂമിയിൽ വന്ന് പതിക്കുക പതിവായിരുന്നു. അങ്ങനെ 4600 മുതൽ 4000 മില്യൺസ് ഓഫ് ഇയേഴ്സ് നീണ്ടു നിന്ന ഈ കാലഘട്ടത്തിലാണ് ഭൂമിയുടെ കോറും മാൻഡിലും ക്രസ്റ്റുമെല്ലാം രൂപപ്പെടുന്നത്. നിരന്തരമായി ബഹിരാകാശത്ത് നിന്നും പതിക്കുന്ന വസ്തുക്കളും വലിയ രീതിയിൽ അരങ്ങേറിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും എല്ലാം ചേർന്ന് അന്ന് രൂപപ്പെട്ടു വന്നത് അതിരൂക്ഷമായൊരു പ്രകൃതിയായിരുന്നു. എങ്കിലും ഈ കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന ഹാഷ് എൻവയോൺമെൻറ്റുകൾ ചേർന്നാണ് ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഭൂമിയിൽ വന്ന് പതിച്ച ഉൽക്കകളും ഐസ് പാളികളാൽ നിർമ്മിതമായ ധൂമകേതുക്കളും ചേർന്ന് ഭൂമിയിൽ 40% സമുദ്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും ഈ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജീവന്റെ ആദ്യ തുടുപ്പുകൾ രൂപപ്പെട്ടു വന്നതും ഇതേ സമുദ്രങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തെ പിന്തുടർന്നു വന്ന അടുത്ത യുഗമായിരുന്നു ആർക്കിയൻ ഇയോൺ. ഏകദേശം 4000 മുതൽ 2500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി തണുത്തുറയുകയും ഭൂമിയുടെ സോളിഡ് ഡസ്റ്റ് രൂപപ്പെടുകയും ജലം നിറഞ്ഞ സമുദ്രങ്ങൾക്ക് ഒരു പൂർണ്ണ രൂപം വരുന്നതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഏകദേശം 4000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവന്റെ ആദ്യ തുടുപ്പുകൾ രൂപപ്പെട്ടു വരുന്നതും ഏകകോശ ജീവികൾ മുതൽ ഭൂമിയിലെ അന്ന് നിലനിന്നിരുന്ന ഹാഷ് കണ്ടീഷനുകളെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന എക്സ്ട്രീമോഫൈൽസ് രൂപപ്പെട്ടു വരുന്നതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെയുള്ള ഈ സൂക്ഷ്മ ജീവികളുടെ ഫോസിലുകൾ സ്ട്രോമാറ്റോലൈറ്റ്സ് എന്നറിയപ്പെടുന്ന അവസാദ ശിലകളിൽ നിന്ന് നമുക്ക് കാണുവാനും സാധിക്കും. അങ്ങനെ ഇതിനെ പിന്തുടർന്നു വന്ന അടുത്ത കാലഘട്ടമാണ് പ്രോട്ടറോസോയിക് കാലഘട്ടം. ഏകദേശം 2500 മുതൽ 541 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഈ കാലഘട്ടത്തിലാണ് ഭൂമിയുടെ ഉപരിതലം ജീവവായുവായ ഓക്സിജനാൽ സമ്പുഷ്ടമാകുന്നത്. ഏകദേശം 2.5 ബില്യൺ അഥവാ 2500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ രൂപപ്പെട്ടു വന്ന ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയായ സയനോ ബാക്ടീരിയ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിൽ ഏർപ്പെടുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വലിയ രീതിയിൽ ഓക്സിജൻ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്നതാണ് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്ന പേരിൽ. പിന്നീട് വന്ന ജീവജാലങ്ങൾക്ക് ഓക്സിജൻ ഒരു പ്രാണവായു ആയിരുന്നുവെങ്കിലും അന്ന് നിലനിന്നിരുന്ന പല സൂക്ഷ്മ ജീവികൾക്കും ഓക്സിജൻ കുറെ കൂടി ടോക്സിക് ആയ ഒരു പദാർത്ഥമായിരുന്നു. അങ്ങനെ ഇതിനെ തുടർന്ന് നടന്ന പരിണാമത്തിന്റെ ഫലമായാണ് കുറെ കൂടി കോംപ്ലക്സ് ആയ എയറോബിക് ഓർഗാനിസംസ് ഭൂമിയിൽ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരുന്ന ഓക്സിജന്റെ അളവിൽ വന്ന ക്രമാതീതമായ വർധനവിനെ തുടർന്ന് ഓസോൺ പാളി നിർമ്മിക്കപ്പെടുകയും സൂര്യനിൽ നിന്നും വരുന്ന ഉപദ്രവകാരികളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അങ്ങനെ പ്രോട്ടോസോയിക് കാലഘട്ടത്തിന്റെ അവസാനം ഏകദേശം 600 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബഹുകോശ ജീവികളായ ആൽഗകളും ചില ഇനം ജെല്ലി ഫിഷുകളും ഭൂമിയിൽ രൂപപ്പെട്ടു വന്നു. അതിനുശേഷം വന്ന അവസാനത്തെയും ഇന്നും തുടർന്നു പോരുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഫെനറോസോയിക് ഇയോൺ. ഏകദേശം 541 മില്യൺ വർഷങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ നടന്നതും വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ ഭൂമിയിൽ ഈ കാണുന്ന അത്രയും ജീവജാലങ്ങൾ രൂപം കൊണ്ടുവന്നതും. ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സസ്യങ്ങളും ചെറുപ്രാണികളും രൂപം കൊള്ളുകയും ശേഷം 160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്
മെസസോയിക് കാലഘട്ടത്തിൽ ആംബിബിയൻസും റെപ്റ്റൈൽസും ഡൈനോസോഴ്സുമെല്ലാം ഭൂമി അടക്കി വാണിരുന്ന കാലഘട്ടമായിരുന്നു. ശേഷം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് പതിച്ച ഉൽക്കയും ശേഷം നടന്ന വോൾക്കാനിക് ഇറപ്ഷനും കാരണം പെർമിയൻ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയും ഡൈനോസോഴ്സ് ഉൾപ്പെടെ ഭൂമി അടക്കി വാണിരുന്ന ജീവജാലങ്ങൾ എന്നേക്കുമായി അവസാനിക്കുകയുമായിരുന്നു ചെയ്തത്. അതിനുശേഷം വെറും ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് മനുഷ്യരാശി ഉയർത്തെഴുന്നേറ്റ് വരുന്നതും ഇന്ന് കാണുന്ന രീതിയിലുള്ള സിവിലൈസേഷൻസ് രൂപപ്പെട്ടു വരുന്നതും. ശേഷം ഈ കാലഘട്ടം ഇന്നും തുടർന്നു പോരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഭൂമിയുടെ എവല്യൂഷൻ്റെ ചെറിയൊരു കഥ എന്ന് പറയുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, ടാറ്റ. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ടാറ്റ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയുക.